friends, motion in a plane എന്ന ചാപ്റ്ററിലെ 3 equations of motion ആണ് നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ 3 equations of motion യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ projectile motionലെ derivations ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ the 3 equations of motion are v is equal to u plus at, s is equal to ut plus half at square and v square equal to u square plus 2as. ഈ 3 ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ഒരു ഇനീഷ്യൽ വെലോസിറ്റി യുയിൽ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വി ആണ്. അത് മൂവ് ചെയ്യുന്നത് ഒരു എ എന്ന ആക്സിലറേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. യു എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്നും വി എന്ന ഒരു ഫൈനൽ വെലോസിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടുള്ള സമയം ടി ആണ്. അതുപോലെ യു എന്ന ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് വി എന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേഷൻ എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ വെലോസിറ്റി വി മാത്രം എടുത്താൽ പോരാ, കാരണം യു ഉണ്ട് വി ഉണ്ട്, അതായത് ഫൈനൽ വെലോസിറ്റി ഉണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിലുള്ളൊരു വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വരും? വി മൈനസ് യു അഥവാ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് വരും. അപ്പം എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഈ ഒരു ടൈമിനെ നമ്മൾ എൽ എച്ച് എസിൽ എടുത്തു കഴിഞ്ഞാൽ എ ടി എന്ന് വരും. അപ്പോൾ വി മൈനസ് യു ആർ എച്ച് എസിലും വരും. ഇത് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? യു പ്ലസ് എ ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷൻ അറിയാം, അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്നാൽ ഇവിടെ ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയുടെയും ഫൈനൽ വെലോസിറ്റിയുടെയും ആവറേജ് ആണ്. അപ്പോൾ എന്ത് വരും? ഒരു രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുക എ പ്ലസ് ബി ബൈ 2 അല്ലെങ്കിൽ 1 പ്ലസ് 2 ബൈ 2 എന്ന രീതിയിലാണ്. അതുപോലെ നമ്മളിവിടെ ആവറേജ് എടുക്കുമ്പോൾ യു പ്ലസ് വി ബൈ 2 എന്നെടുക്കും. എന്നിട്ട് ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്, കാരണം അതിന്റെ എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ എസ് ബൈ ടി ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 എന്ന് എഴുതും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു വി കാണുന്നുണ്ട്. ഈ വി എന്ന് പറയുന്നത് മുന്നത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ആ വിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? യു ഈക്വൽ ടു എസ് ബൈ ടി ഈക്വൽ ടു യു പ്ലസ് ഈ വിക്ക് പകരം എന്ത് കൊടുക്കും? യു പ്ലസ് എ ടി പിന്നെ ബൈ 2. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ യു പ്ലസ് യു എന്ന് പറയുന്നത് 2u വരും, പിന്നെ എ ടി ബൈ 2. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2u ബൈ 2 യു വരും, എ ടി ബൈ 2 2 വരും, എ ടി ബൈ 2 വരും. പിന്നെ ഉള്ളത് എസ് ഈക്വൽ ടു എന്ത് വരും? ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഈ ഒരു ടേം വരും. അപ്പോൾ എസ് ഈക്വൽ ടു ഇതിനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ, അതായത് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുന്നത് വി ആവറേജിന്റെ ആ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം വി ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ അതിനൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്? എസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എസ്സിന് അവിടെ വെച്ചിട്ട് ടൈമിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ റീറൈറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ എന്ത് വരും? എസ് ഇസ് ഈക്വൽ ടു വി ആവറേജ് ഇൻറ്റു ടൈം എന്ന് വരും. അപ്പം വി ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വി ആവറേജ് ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? യു പ്ലസ് വി ബൈ 2, അതായത് രണ്ടിന്റെയും ആവറേജ്. പിന്നെ വരുന്ന എന്താണ്? ടൈമാണ്. ടൈമിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതിയത് നോക്കുകയാണെങ്കിൽ അവിടെയും വരുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നുള്ള ചേഞ്ച് ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ടൈമിനുള്ള ഒരു ഫോർമുല കണ്ടെത്തിയിരിക്കുകയാണ്. ടൈമിനുള്ള ഫോർമുല എങ്ങനെയാണ് ഇവിടെ കണ്ടെത്തിയതെന്ന് സൈഡിൽ ജസ്റ്റ് എഴുതാം. നമുക്ക് ടിക്കുള്ളതാണ് കാണേണ്ടത് അല്ലേ? നമ്മൾ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമ്മൾ ഇക്വേഷൻ. വി മൈനസ് യു ഈക്വൽ ടു എ ടി. അപ്പൊ ടി ഈക്വൽ ടു എന്ത് വരും? വി മൈനസ് യു ബൈ എ.
ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം അടുത്തതായിട്ട് എന്ത് വരും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എന്ത് വരും? 2a. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഏതാണ് ഫോർമുല? എ പ്ലസ് ബി ഇൻറ്റു, ഈ ഫോർമുല ആണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഒരു ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ 2a കൊടുക്കും. ഇനി ഈ ഒരു 2a നമ്മൾ LHSലേക്ക് എടുത്താൽ 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വരും. പിന്നെ വി സ്ക്വയർ ഈക്വൽ ടു, കാരണം നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? മാറ്റി എഴുതാം. അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്നും നമുക്ക് ഈ ഒരു തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനെ പറയാം. ഈ 3 ഇക്വേഷൻ ഡെറിവേഷൻ അധികം ചോദിക്കാറില്ലെങ്കിലും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എന്നാലും ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.